ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കണ്ട, കുറച്ച് പഴുത്ത പഴം തന്നെ എടുക്കണം. ഈ ഒരു പഴം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടണം. ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യുക. കാരണം നമ്മൾ ഫില്ലിങ് വെക്കുമ്പം ഫില്ലിങ് പുറത്തേക്ക് പോകാതിരിക്കാനൊക്കെ നല്ലത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ ബാറ്ററും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം. 2 മുട്ട ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പഴം കൊണ്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ പഴം നന്നായിട്ട് തന്നെ വിളയിച്ചെടുക്കണം. പഞ്ചസാര നമ്മുടെ മുട്ടയുടെ ബാറ്ററിലും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായുടെ പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഴം നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എങ്ങനെ ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കണം. നെയ്യ് അത്യാവശ്യം ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സാൻഡ്വിച്ച് നമുക്ക് ആ സമയത്ത് അസംബിൾ ചെയ്തെടുക്കണം. തീയിൽ വെച്ചിട്ട് തന്നെ അസംബിൾ ചെയ്തെടുക്കുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. സാൻഡ്വിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് നന്നായിട്ട് തന്നെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുട്ടൻ്റെ മിക്സിലേക്ക് ഈ ഒരു ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ പഴത്തിൻ്റെ ഫില്ലിങ് നിരത്തി കൊടുക്കണം. ഇതിപ്പം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഫില്ലിങ് പുറത്തേക്കൊന്നും പോവില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ലെയറാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് 2 ഭാഗം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിലൊക്കെ മുട്ടയുള്ളതുകൊണ്ട് കുക്കാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് 2 ഭാഗവും കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കണം. ഈ ഒരു 4 പഴം വെച്ചിട്ട് നമുക്കൊരു 3 സാൻഡ്വിച്ച് വരെ റെഡിയാക്കി എടുക്കാം. ഈ നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.